നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിൽ ഇന്ന് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് 19,800 മുകളിലായിരുന്നു. 800 മുകളിൽ ഒരു ഓപ്പണിംഗ് നമുക്കൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി ആണ്. ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 19,800 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ 19,800 ഇൻ കേസ് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 800 താഴത്തേക്ക് നിഫ്റ്റി നിലനിർത്തി കഴിഞ്ഞാൽ വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോസിൽ 4-ാമത്തെ മിനിറ്റ് മുതൽ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോസ് ആയിട്ട് നമ്മൾ നൽകുന്നത് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് ആവശ്യമില്ലാത്തൊരു കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ടല്ല വീഡിയോസ് നൽകുന്നത്. നമ്മളൊരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡും വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനും എല്ലാം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ വരുന്നത്. വീഡിയോസ് പരമാവധി ചുരുക്കാനാണ് എപ്പോഴും ശ്രമിക്കാറ്. അതിനുശേഷമായാലും നിഫ്റ്റിയിലായാലും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കായാലും ഏറ്റവും ചെറിയൊരു റിസ്കിൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ നിന്ന് കിട്ടിയിരുന്നത്. അടുത്തൊരു സപ്പോർട്ട് 19,730 നൽകിയിരുന്നത്. 730 വരെയെങ്കിലും ഷോർട്ട്സ് ആൻഡ് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാമായിരുന്നു. അതിനുശേഷം 730 ബൗൺസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഒന്ന് കയറാൻ നോക്കിയെങ്കിലും നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് ബൗൺസ് ചെയ്താൽ നമുക്കൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി ഇല്ല. നിങ്ങൾ പ്രൈസ് ആക്ഷൻ്റെ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാകും. അത് മാത്രമല്ല, തിരിച്ച് ആ താഴോട്ട് വരുന്ന ഒരു സമയത്തായാലും നമുക്കൊരു 730 ഒരു താഴത്തേക്ക് വന്നതിന് ശേഷമായാലും നിഫ്റ്റി ആയാലും ആ ഒരു ഷോർട്ട് സെല്ല് തന്നെയാണ് നിലനിർത്തിയിരുന്നത്. അടുത്തൊരു സപ്പോർട്ട് നൽകിയിരുന്നത് 19,660 660 അടുത്ത് നിന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്യാൻ നോക്കിയെങ്കിലും നിഫ്റ്റിയിലായാലും ഈ ഒരു ലെവലിൽ നിന്നും നമുക്കൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇന്നലത്തെ വീഡിയോസിലും പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം മാർക്കറ്റിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 650 സപ്പോർട്ട് എടുത്തുകൊണ്ട് 730 മുകളിലേക്കെങ്കിലും നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചാലാണ് നമുക്ക് ആ ഒരു ബൈസെന്റ് വലിയ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ആ ഒരു ട്രെൻഡിൽ എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് നിലനിൽക്കേണ്ടത് ഉള്ളത് മനസ്സിലാക്കുക. മാർക്കറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട് സെല്ല് തന്നെയാണ് നമുക്ക് നൽകിയിരുന്നത്. അതിനുശേഷം 19,660 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം 19,600 അടുത്ത് നിന്നാണ് അവസാനത്തെ ഒരു സമയത്തായാലും ആ ഒരു ഷോർട്ട് കവർ വന്നതിന് ശേഷം 19,659 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് നിഫ്റ്റിയിലായാലും ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റി ലോവർ ലെവലിൽ എത്തിയാലും ഇപ്പോൾ ബൈ സെന്റിമെന്റിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ 19,620 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ബൈയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. വൺസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് ഒരു ഹോൾഡ് ചെയ്യുന്നത് വരെ ഇത് ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഇൻ കേസ് വരും ദിവസങ്ങളായാലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടുകളിൽ നിന്ന് ഒരു ബൗൺസ് ചെയ്യാനുള്ള ഒരു ശ്രമം നിഫ്റ്റി നടത്തും. കാരണം നിഫ്റ്റി സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നിരിക്കുന്നത് 19,620 മുകളിലാണ്. അപ്പോൾ 620 താഴത്തേക്ക് വൺസ് ക്ലോസ് ചെയ്താൽ നിഫ്റ്റിയിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് നിഫ്റ്റിയിൽ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നിഫ്റ്റിക്ക് അതിൻ്റെ ഒരു താഴത്തേക്ക് ഒരു ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു ലെവൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കില്ല. പക്ഷെ വരും ദിവസങ്ങളിലായാലും നിങ്ങൾ ഒരു ഇൻട്രാഡേയിൽ എക്സാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇൻട്രാഡേ ട്രെൻഡ് നിലനിൽക്കേണ്ടത്, ട്രേഡുകൾ നിഫ്റ്റിയിലായാലും മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ വരും ദിവസങ്ങളായാലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 19,600 തന്നെയാണ്. അപ്പോൾ 620 ഹോൾഡ് ചെയ്തുകൊണ്ട് ആദ്യത്തെ 15 മിനിറ്റിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ 15 മിനിറ്റിന് ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത റെസിസ്റ്റൻസ് മനസ്സിലാക്കി വെക്കുക. 715 റെസിസ്റ്റൻസ് വരുന്നത്. 715 745 എന്ന് പറയുന്ന റേഞ്ചാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഈ റേഞ്ചിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 600 താഴത്തേക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തതിന് ശേഷം വീണ്ടും താഴത്തേക്ക് വരുമ്പോൾ 600 താഴെ ഇൻട്രാഡേയിൽ ഹോൾഡ് ചെയ്താൽ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ട് 19,565 565 മാനേജ് ചെയ്യേണ്ട. 565 താഴത്തേക്ക് വന്നാൽ 565 മുകളിലേക്ക് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈസെന്റ് വല്ലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. താഴോട്ട് ചെറിയ ടൈം ഫ്രെയിമിലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്കായിട്ട് അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ നമുക്ക് കിട്ടും.
അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ 715 മുകളിലാണെങ്കിൽ 745 മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 45 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. 19,800 അടുത്താണ് നിഫ്റ്റിയിലും അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലല്ല, ഈ ഒരു ലെവലാണെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷമുള്ളൊരു ട്രെൻഡ് ഫോളോ ചെയ്യുക. ഈ ഒരു ലെവലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 19,800 അടുത്താണെങ്കിൽ 19,780, അതായത് 800-നേക്കാൾ ഒരു 20 പോയിന്റ് ബിലോ വന്നാൽ മാത്രം ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 19,780 നിഫ്റ്റിയുടെ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബൈ ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വീണ്ടും ബൈയിലേക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 620 മുകളിലേക്ക് നിഫ്റ്റി ആയാലും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ബൈക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 620 മുകളിലേക്ക് നിഫ്റ്റി ആയാലും സസ്റ്റെയിൻ ചെയ്യും. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയായിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞത് ശ്രദ്ധിക്കുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്നൊരു ട്രെൻഡ് 15 മിനിറ്റിന്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ ആണ് ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 1, 2, 3 ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ റേഞ്ച് ഇതാണ്. ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ് നമുക്കത് കിട്ടിയിരുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും എക്സാക്റ്റ് ട്രെൻഡ് ഷോർട്ട് സെല്ലാണ്. 40,650 സപ്പോർട്ട് ചെയ്യുന്ന നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചു. ഈ ഒരു ഗ്രീൻ ക്യാനിൽ വന്നിരിക്കുന്നത് ഏത് ലെവലിൽ നിന്നാണ് ശ്രദ്ധിക്കുക, 46,50. അതിനുശേഷം ഇതിന്റെ താഴത്തേക്ക് ഹോൾഡിംഗ് നിലനിർത്തിയപ്പോൾ ഇവിടെയും നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതിനുശേഷം 47,800, 800-850 ആണ് നമ്മളൊരു സപ്പോർട്ട് ലെവൽ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. 800 ഹോൾഡ് ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിക്കായാലും 800 ഹോൾഡ് ചെയ്തുകൊണ്ട് 850 മുകളിലേക്ക് ചെറിയൊരു റേഞ്ചാണ് നമ്മൾ നൽകിയിരുന്നത്. 850 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷം ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു വീക്ക്നെസ് ട്രെൻഡ് തന്നെയാണ്. 630, 710 നമ്മൾ പിന്നെ ഒരു സപ്പോർട്ട് നൽകിയിരുന്നത്. 710 നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലും ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ലെവലിലെല്ലാം ബാങ്ക് നിഫ്റ്റിയിലും സപ്പോർട്ടുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സപ്പോർട്ട് ലെവലൊക്കെ വരുന്ന ഒരു സമയത്തായാലും ഇവിടുന്ന് ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനും റിസ്ക് ചെയ്യാന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്നായാലും ഇപ്പൊ സപ്പോർട്ടിൽ നിന്നായാലും എങ്ങനെ പോലും ഒരു ബൗൺസിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 710 അടുത്ത് നിന്നായാലും ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ 880 മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കണം. അപ്പൊ അതിനുശേഷം ആയാലും 630 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യണം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ആകണമെങ്കിൽ ഹയർ ലെവലിൽ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരണമെങ്കിൽ ഏറ്റവും മിനിമം 47,600 ഈ ലെവലിൽ നല്ലൊരു സപ്പോർട്ടാണ്. 47,600 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു താഴത്തേക്കായാലും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തിയാലാണ് ബാങ്ക് നിഫ്റ്റി ആയാലും ആ ഒരു ട്രെൻഡ് റിവേഴ്സിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഒന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ലോവർ ലെവൽ വന്നാലും ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ ഒരു ബൗൺസിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ക്ലോസിംഗ് ബേസിസിൽ ഇതിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ട്രെൻഡ് വ്യത്യാസം വരും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസത്തെ ആയാലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 47,800-900 ആണ്. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 46,050 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 46,050 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഈ ഒരു ഹൈയുടെ അടുത്തായിരിക്കും അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു ഹൈയുടെ അടുത്താണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും 47,800 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇന്ന് വന്നിരിക്കുന്ന ലോ 47,600 സപ്പോർട്ടാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പൊ അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 47,570, 470 എന്ന് പറയുന്ന റേഞ്ചാണ്. ഇൻ കേസ് മാർക്കറ്റിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ 47,470 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 570 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബൈ സെന്റിമെന്റാണ്. സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവലാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ഇതിന്റെ താഴത്തേക്ക് ഹോൾഡിംഗ് ബേസിസിൽ നിലനിൽക്കാത്തോടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി സപ്പോർട്ടിൽ നിന്നായാലും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് വരുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പരിശീലിക്കുക.
അപ്പോൾ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും ഒന്ന് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിക്കുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 20,620 മുകളിൽ ഒരു ഓപ്പണിംഗ് പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഫിൻ നിഫ്റ്റി ആയാലും ഒരുപാട് സമയം ഇതിന്റെ ഒരു മുകളിൽ ഈ ഒരു 20,620 ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു നോക്കുക. കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ലെവലിൽ നിന്നാണ് തുടക്കത്തിൽ ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു, ഒരു പോസിറ്റീവ് സെന്റിമെന്റിലായിരുന്നു. പക്ഷെ ഇതിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട. അടുത്തൊരു സപ്പോർട്ട് നമ്മൾ കുറച്ച് ലെങ്തി സപ്പോർട്ടാണ് നൽകിയിരുന്നത്. ഫിൻ നിഫ്റ്റി അതിന് ശേഷം ബൗൺസ് ചെയ്ത ഏരിയ നോക്കാം, 20,460. ഈ ഒരു ലെവലിൽ നിന്നാണ് ഫിൻ നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. അതിനുശേഷം ഇതിന്റെ ഒരു താഴത്തേക്ക് ഒരു ഹോൾഡ് ചെയ്തപ്പോൾ ഫിൻ നിഫ്റ്റി വീക്ക്നെസ് ട്രെൻഡ് തന്നെയായിരുന്നു. അതിനുശേഷം 20,300, 360 സപ്പോർട്ട്. അവസാനത്തെ ഒരു സെക്ഷനിൽ ശ്രദ്ധിച്ചറിയാം, 20,300 ഹോൾഡ് ചെയ്തുകൊണ്ട് 360 മുകളിലേക്ക് എക്സാക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് ഫിൻ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കും. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെയൊക്കെ അപേക്ഷിച്ച് ഫിൻ നിഫ്റ്റി ആയാലും കുറച്ചൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. വരുന്ന ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലും സ്ട്രോങ് സപ്പോർട്ടാണ് 20,300. ലോവർ ലെവൽ കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഈ ഒരു ലെവലിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഈ ഒരു ലെവലിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴെ ഓപ്പൺ ചെയ്താലും, ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് പോയാലും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 20,410 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. പക്ഷേ 20,300 സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം 20,410 ഒരു മുകളിലേക്ക്, അതായത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 410 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യണം. കാരണം 20,450 റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് ഏരിയ എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. 450 റെസിസ്റ്റൻസ് ആണ്. 450 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിലേക്ക് 100 പോയിന്റ് ഒരു അപ്പ് മൂവ്മെന്റ് ആണ് കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകൾ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.